2 തവണയൊക്കെ വണ്ടിയൊക്കെ വെഹിക്കിളൊക്കെ പിടിച്ചു. വണ്ടി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടി. ഇതല്ലെങ്കിൽ ഇത് പിടിക്കണമെങ്കിൽ ഞാൻ അടുത്ത ജോലി നോക്കും. സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ സംസ്ഥാനം ദേശീയ പണിമുടക്കിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. പലയിടത്തും ജനജീവിതം സ്തംഭിച്ചു നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയും ഒരു മുഖവുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. ഏകദേശം 1 മാസമായി യദു ഈ ഡെലിവറി ബോയായി വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഡ്രൈവർ ജോലി ഉപേക്ഷിച്ച് ഈ ജോലി ചെയ്യുന്നത് എന്ന റിപ്പോർട്ടർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ താൻ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്, താൻ ഓടിക്കുന്ന ബസ്സുകൾ തടയുന്നതും പരിശോധിക്കുന്നതും നിത്യസംഭവങ്ങളായി തീർന്നിരിക്കുകയാണ്. ജീവിതമാർഗത്തിന് വേണ്ടി മറ്റൊരു ജോലി ഇപ്പോൾ ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള മറുപടിയാണ് യദു ഈ റിപ്പോർട്ടർക്ക് നൽകുന്നത്. തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എന്ന MLA-യും സഞ്ചരിച്ചിരുന്ന കാർ KSRTC ബസ്സിന് കുറുകെ ഇട്ടതും തുടർന്നുണ്ടായ തർക്കങ്ങളും കോലാഹലങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങൾ നമ്മൾ നേരിട്ടറിഞ്ഞതാണ്. ആ കേസ് ഇന്നും കോടതിയുടെ പരിഗണനയിലാണ്. അധികാരി വർഗത്തിന്റെ നീരാളിപ്പിടുത്തം തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് യദുവിന് കൃത്യമായ മറുപടിയുണ്ട്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് യദു വിശ്വസിക്കുന്നു. ബസ് ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനം തനിക്കുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ ചെയ്യുന്ന ജോലി ആത്മസംതൃപ്തി തരുന്നു എന്നുമാണ് യദുവിന്റെ വാക്കുകൾ. ഏത് ജോലിയും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാമെന്നും യദു നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്.